സൊല്യൂഷൻസ്. യെസ്, നിങ്ങളുടെ സ്വന്തം ജസീന മിസ് ആണ്. എടാ മക്കളെ, ഇതേ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ എക്സാമിന് അല്ലേ. നമുക്ക് വാരി വലിച്ച് പഠിക്കാനുള്ള സമയമില്ല. പക്ഷേ ഈ രണ്ട് ചാപ്റ്റേഴ്സും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സെറ്റ് ആക്കിയാലോ? യെസ്, ദാ പിടിച്ചോ, രണ്ട് ചാപ്റ്റേഴ്സിന് കീ പോയിന്റ്സ്. ഇത് മാത്രം മതി ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ. യെസ്, ഒന്നാമത്തത് ഏതാടാ? മേരെ ദുനിയാക്കെ തമാം ബച്ചെ. ആകെ നമുക്കൊരു കവിതയുള്ളൂ, ആശയം എഴുതാനുണ്ടാവും. അപ്പൊ ആശയം സിമ്പിൾ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? ഈ പോയിന്റ്സ് യൂസ് ചെയ്യാം. നോക്കിക്കോ, അദ്നാൻ കഫീലാണ് എന്താ ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ഈ കവിത एक सुंदर कल्पना को दर्शाती है जिसमें कवि आने वाली नई पीढ़ी की सोच और उनके सपनों को दिखाते हैं. അതായത് വരും തലമുറയുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ചിന്തകളൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഏക് ദിൻ ബच्चे एक साथ खेलेंगे. ഒരു ദിവസം കുട്ടികൾ എന്ത് ചെയ്യും? ഒരുമിച്ച് കളിക്കും. वे साफ सुथरी दीवारों पर पेंसिल की नोक रगड़कर भूरे नियमों का तोड़ देंगे. എന്ത് ചെയ്യും? അവര് നല്ല വൃത്തിയുള്ള ചുമരുകളിൽ എന്ത് ചെയ്യും? പെൻസിലിന്റെ മുന കൊണ്ട് അവരെന്ത് ചെയ്യും? തെറ്റായ നിയമങ്ങളെ അവര് ഇല്ലാതാക്കും. Then एक दिन हमारे बच्चे युद्ध टैंकों में बालू भर देंगे. Then बंदूकों को जमीन में दबा देंगे और सड़कों पर पानी बहा देंगे. അവർ എന്ത് ചെയ്യൂടാ? ഒരു ദിവസം യുദ്ധ ടാങ്കുകളിൽ അവർ മണൽ നിറയ്ക്കും. അതുപോലെ തോക്ക് അവർ മണ്ണിൽ എന്ത് ചെയ്യും? കുഴിച്ചിടും. ഇത് അതായത് യുദ്ധത്തിനെതിരായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യും. एक दिन युद्ध समाप्त करने की कोशिश करेंगे. ഒരു ദിവസം അവര് യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. जिन्हें നഫ്രത് കർണ സിഖായ ഗയാ ഹേ വേ പ്യാർ കർണ സിഖേംഗെ. ആരെയാണോ നിങ്ങൾ വെറുക്കാൻ പഠിപ്പിച്ചത് അവരെല്ലാം അവര് സ്നേഹിക്കാൻ പഠിക്കും. വേ അപ്നെ സുരക്ഷിത ഘരോം സേ ബാഹർ നിക്കാൽ കർ പ്രകൃതി കി ഗോദ് മേ ഗോൻസ്ലെ ബനായേംഗെ. അവര് അവരുടെ സുരക്ഷിതമായ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രകൃതിയുടെ മടിത്തട്ടിൽ എന്ത് ചെയ്യും? പ്രകൃതിയുടെ മടിത്തട്ടിൽ അവരൊരു കൂടുണ്ടാക്കും. ദെൻ ഉസ്കെ സാത്ത് മിൽക്കർ ജീവൻ ജീനാ ചാകെ. എന്ത് ചെയ്യും? പ്രകൃതിയുടെ കൂടെ ജീവിക്കാൻ അവർ ആഗ്രഹിക്കും. അവരെന്ത് ചെയ്യും? ആ ജീവിതം തുടങ്ങും. യെസ്, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ആശയം എഴുതാൻ ഇത്രയും പോയിന്റ്സ് ധാരാളമാണ്. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് വൈറ്റ് ക്യാപ്പ്. വൈറ്റ് ക്യാപ്പിൽ നിന്നും നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. പരീക്ഷ ഖതം ഹോനെ കെ ബാദ്. പരീക്ഷയ്ക്ക് അവസാനിച്ചതിന് ശേഷം കേശവ് അപ്നെ മാതാപിതാ കെ പാസ് ജാനെ കെ ലിയെ ജിദ് കർത്താ. അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേശവ് എന്ത് ചെയ്യാണ്? ജിദ് കർത്ത, വാശി പിടിക്കുകയാണ്. കേശവ് കോ അസ്ഥായി ഡെറെ മേ അക്കേല രഹന പടുത്താ ഹെ. സിറ്റിയിൽ പോയി അച്ഛനമ്മയും ജോലിക്ക് പോകുമ്പോൾ ആ കുടില് എന്താ വളരെ ഒറ്റപ്പെട്ട പോലെ തോന്നാണ്. ക്രിക്കറ്റ് ഖേൽനെ വാലെ ലഡ്കോं के पास पहुंच जाता है. അവിടെ ആ നാട്ടില് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. കേശവ് വഹാം की शहरी बच्चों का हंसी मजाक का पात्र बन जाता है. അവിടെയുള്ള ആ ഒരു ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് എന്താണ്? ഇവന് ഗ്രാമമല്ല, അതായത് ആ സിറ്റിയിൽ ആ കോളനിയിലുള്ള കുട്ടികൾക്ക് എന്താണ്? ഇവൻ കളിയാക്കാനുള്ള ഒരു കഥാപാത്രമായിട്ട് മാറാണ്, ചിരിക്കാനുള്ള ഒരു കഥാപാത്രം. ഒരു ദിവസം അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞ സമയത്ത് എന്താണ്? ഇവൻ കളിയുടെ ഒരു പ്രധാന ഫാക്ടറായിട്ട് മാറി. ബോൾ നിർമ്മാണത്തിന് ഇമാരത്തോക്കെ ഛത് പർ ഗിർ ജാത്താ ഹെ. ബോൾ ഒരു ബിൽഡിംഗ്, അതായത് പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വീണു. ഉസ്കെ ഹാത്ത് പൈർ കി ഹഡ്ഡി ടൂട്ട് ജാത്താ ഹെ. അവന്റെ കാലും കൈയൊക്കെ എന്ത് ചെയ്തു? ഒടിഞ്ഞു. अस्पताल ले जाने के फैसला करते हैं. केशव के हाथ पैर पर प्लास्टर देखकर लड़कों के मनोभाव बदल जाता है. വീണോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. അവന്റെ കൈയും കാലൊക്കെ പൊട്ടിയത് കണ്ടപ്പോൾ എന്താണ്? ഭയങ്കര വിഷമം ആർക്ക് ഫീൽ ചെയ്യാണ്? അവിടുത്തെ കുട്ടികൾക്ക്. ലड़के ക്രിക്കറ്റ് സാമഗ്രി കേശവ് കോ ദേത്താ ഹെ. കുട്ടികള് ക്രിക്കറ്റിന്റെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? യെസ്, നമ്മുടെ കേശവന് കൊടുത്തു. തബിയത്ത് ठीक होने पर अपने टीम में भाग लेने का वादा देता है. അങ്ങനെ എന്താണ്? ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ നീ ഒരു മെമ്പർ ആയിരിക്കും എന്നുള്ളൊരു വാക്കും അവര് കൊടുത്തു. കേശവ് കെ സിർ പർ വൈറ്റ് ക്യാപ്പ് പഹൻതാ ഹെ. അതുപോലെ അവന്റെ തലയിൽ ഒരു വൈറ്റ് ക്യാപ്പും അവര് ഇട്ടുകൊടുത്തു. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, അപ്പൊ ഈ രണ്ട് ചാപ്റ്ററും ഇത്രയും പോയിന്റ്സും മാത്രം മതി മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ. യെസ്, ഇത് പോരാ, ക്വസ്റ്റ്യൻസ് വേണ്ടേ? ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എവിടെ വരിക? കറക്റ്റ് 5 മണിക്ക് മിസ് ഒരു ലൈവ് വരുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടി നിങ്ങൾ പോരും, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആകും. യെസ്, അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഷോർട്സ് ഉണ്ട്, അതൊക്കെ കാണുക, പഠിക്കുക. യെസ്, അപ്പൊ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.